പെരുമ്പാവൂരിൽ SDP ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ ഇപ്പൊ ഇങ്ങനെ ഒരു മാർച്ചിന്റെ ആവശ്യം എന്താ? എനിക്ക് തോന്നിയില്ലേ? എനിക്കും തോന്നി. എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന്. സംഘടിപ്പിക്കുന്നവർക്കറിയാം എന്തിനു വേണ്ടിയിട്ട്, പക്ഷെ നമുക്കാർക്കും അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ്. ഇവർക്ക് ഇവരുടേതായ അജണ്ടകളും ലക്ഷ്യങ്ങളുണ്ട്. അത് നടപ്പിലാക്കാനാണ് ഇവര് മാർച്ച് നടത്തുന്നത് എന്നുള്ളത്. ഈ ഷഹബാസ് എന്ന് പറയുന്ന ഒരു 15കാരൻ കൂട്ടുകാരുടെ സഹപാഠികളുടെ മർദ്ദനമേറ്റ് മരണപ്പെട്ടു. ആ ഷഹബാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങ് പെരുമ്പാവൂരാണ് മാർച്ച് നടത്തുന്നത്. ഷഹബാസ് കോഴിക്കോടുകാരനാണ്, ഇനി താമരശ്ശേരിക്കാരനാണ്. ഈ താമരശ്ശേരി നടത്താൻ പറ്റില്ല. താമരശ്ശേരി ചെന്നിറങ്ങിയ ഇവന്മാരെ കയ്യും കാലും ആരെങ്കിലും അടിച്ചൊടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ താമരശ്ശേരി പോകണ്ട, തൊട്ടടുത്ത് മലപ്പുറത്ത് പോവാമല്ലോ, അവിടെയും പോകൂല, അവിടെയും ഭയമാണ്. ഇനി വയനാട് പോവാലോ, അതിർത്തി പങ്കിടുകയാണല്ലോ വയനാട്, എന്തുകൊണ്ട് വയനാട്? അപ്പോൾ ഇവന്മാർക്ക് ഫുള്ള് പേടിയാണ്. കാരണം നടത്തുന്ന കാര്യം നല്ലതാണെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്തോ നിഗൂഢ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മാർച്ച് നടത്തുന്നു എന്ന് മനസ്സിലാക്കിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വിവരങ്ങൾ NIAക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ NIA ഇത് മഫ്തിയിലെത്തി. അതായത് മഫ്തിയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ PFIയെ പൂട്ടാനായി NIA ഇറച്ചിവെട്ടുകാരനായും മരം വെട്ടുകാരായും ഒക്കെ ഇവരുടെ വീടുകളിൽ ജോലിക്കാരായി വന്നതുപോലെ ഇതിന്റെ സത്യാവസ്ഥ എന്തിനു വേണ്ടിയാണ് ഈ പെരുമ്പാവൂരിൽ ഈ മാർച്ച് നടത്തുന്നത്? ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ബംഗ്ലാദേശികൾ നിരവധി തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ എന്ന് പറയുന്നത്. ഈ ബംഗ്ലാദേശികൾ എന്ന് പറയുന്നത് ഇന്ത്യയുമായി വലിയ സ്നേഹമുള്ളവരല്ല. ഇപ്പോൾ അവരിപ്പോ ഇന്ത്യയെ ശത്രു രാജ്യമായി കാണുകയാണ്. ഇവർ അവിടെ പല കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ചെയ്തിട്ട് സുരക്ഷിതമായി താമസിക്കാനുള്ള ഇടമായി കേരളം കാണുന്നു. എന്നിട്ട് നേരെ കേരളത്തിലേക്ക് വരുന്നു. ഇവിടെ സ്വന്തമായി വസ്തുവും വീടും ഒക്കെ വാങ്ങി ഒന്നുകിൽ ഇവിടെയുള്ള ആളുകളെ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഏതെങ്കിലും സ്ത്രീകളെ വിവാഹം കഴിച്ച് ഇവിടെ അങ്ങ് ജീവിക്കുന്നു. 1 വർഷം, 1.5 വർഷം, 2 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് ഇവര് ബംഗാളിലെ വലിയ ക്രിമിനലുകളായിരുന്നു എന്നുള്ളത്. ഇവർ നേരെ SDP ചേരുന്നു. എന്നിട്ട് ഇവിടെ ശക്തി പ്രകടനം നടത്തുകയാണ്, മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ്. നമ്മൾ കണ്ടു ഈ വഖഫിനെതിരെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ മലപ്പുറത്തും കൊല്ലത്തും ജാഥ നടന്നു. SDP വമ്പൻ ജാഥ നടന്നു. നിരവധി പേരാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ആ ജാഥയിൽ പങ്കെടുത്തത്. അപ്പൊ ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും ആളുകളുടെ പിന്തുണ ലഭിക്കുന്നത്? എന്തിന്റെ പേരിലാണ് ഇവർ ആളുകളെ തങ്ങളുടെ ഭാഗത്തേക്ക് കൂട്ടിച്ചേർക്കുന്നത്? ഇതൊരു വലിയ ചോദ്യം. മാത്രമല്ല, ഇവർ സ്ത്രീകളെ പുറത്തിറക്കാറില്ല. ഈ മതവിഭാഗക്കാർ കൂടുതൽ പേരും സ്ത്രീകളെ പുറത്തിറക്കാറില്ല. ഇവരുടെ സ്ത്രീകൾ എന്ന് പറയുന്നത് അടുക്കളയിൽ നിന്ന് ബെഡ്റൂമിലേക്ക്, ബെഡ്റൂമിൽ നിന്ന് അടുക്കളയിലേക്ക്, ഇതാണ് ഇവരുടെ സ്ത്രീകളുടെ ഒരു സഞ്ചാര പാത എന്ന് പറയുന്നത്. പക്ഷേ ഈ SDP ഒരു പ്രകടനം സംഘടിപ്പിക്കുമ്പോഴോ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമ്പോഴോ സ്ത്രീകൾ, പർദ്ദയിട്ട സ്ത്രീകൾ, യുവതികൾ, കുട്ടികളടക്കം അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇവർ ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഇവർ വലിയ രീതിയിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നു. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ, മുദ്രാവാക്യങ്ങൾ ഒക്കെ വിളിക്കുന്ന ഇവരുടെ ഒരു ഫേമസ് മുദ്രാവാക്യമാണ് അരിയും മലരും കുന്തിരിക്കും കരുതി വെച്ചോ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ആരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെയാണ് നിന്റെയൊക്കെ വെല്ലുവിളി ചുരുട്ടിക്കൂട്ടി കയ്യിൽ വെച്ചോ. PFIയെ നിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ അതെന്തുകൊണ്ടാണ് നിരോധിച്ചത്? ഇന്ത്യയെ തകർക്കാനായി വിദേശത്ത് നിന്ന് ഫണ്ടുകൾ വാങ്ങിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയെ തകർക്കാനായി പല മാധ്യമങ്ങളെ ഇവർ വിലക്കെടുത്തു എന്നാണ് പറയുന്നത്. ആ മാധ്യമങ്ങളുടെ ലിസ്റ്റൊക്കെ ഇന്ത്യൻ സർക്കാരിന്റെ കൈകളിലുണ്ട്. അത് ഉടനെ പുറത്തുവിട്ടാൽ ചില മാധ്യമങ്ങൾ കണ്ടം വഴി ഓടിയ സ്ഥലത്ത് പുല്ലുപോലും കുരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഈ SDP പെരുമ്പാവൂരിൽ എന്തുകൊണ്ട് പ്രകടന മാർച്ച് സംഘടിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു? ഷഹബാസിന്റെ കുടുംബക്കാരും പെരുമ്പാവൂരിലില്ല. അങ്ങനെ ഇല്ലാത്ത ഇടത്ത് കോഴിക്കോടോ മലപ്പുറത്തോ പിന്നെ വയനാടോ സംഘടിപ്പിക്കാത്ത പ്രതിഷേധ മാർച്ച്, പ്രകടന മാർച്ച് ഇവരെന്തിനാണ് പെരുമ്പാവൂർ സംഘടിപ്പിക്കുന്നത് എന്നുള്ളൊരു ശക്തി കേന്ദ്രങ്ങൾ അവിടെയാണ്. കാരണം കറക്റ്റാണ് ആ പോയിന്റ്. ഇവരുടെ ഈ പുറത്തു നിന്നുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഇവരുടെ ശക്തി പ്രകടിപ്പിക്കാനാണ്. ഞങ്ങൾ 1-2 പേരല്ല, ആയിരങ്ങളാണ്, 10,000-ങ്ങളാണ്. ഞങ്ങളെ തൊട്ടാൽ തൊട്ടവന്മാർ കാണില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. മറ്റൊന്ന്, ഇത്തരം പ്രകടനങ്ങളിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഇവരുടെ അജണ്ട എന്താണ്? ഇവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇവർ തുടക്കം മുതൽ പറയുന്നത് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക, ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക, 2047 ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകും, ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണാധികാരി ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഇമാമിന്റെ ഒരു പിന്നെ മുതിർന്ന നേതാവ് ഒരു BBC-ക്കാണെന്ന് തോന്നുന്നു കൊടുത്ത ഇന്റർവ്യൂ, BBC-ക്കാണ് അല്ലെങ്കിൽ ക്ഷമിക്കുക പ്രേക്ഷകർ, ഒരു ഇന്റർവ്യൂ നാഷണൽ ന്യൂസിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്
ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണാധികാരി ഉണ്ടാകും, അങ്ങനെ ഒരു മുസ്ലിം ഭരണാധികാരി ഇന്ത്യയിൽ ഉണ്ടാകണമെങ്കിൽ ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാകും എന്നിവർ പറയാതെ പറയുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ഇവർ ഓരോരുത്തരും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഇവർ പ്രയത്നിക്കുന്നത് കേന്ദ്ര സർക്കാർ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ PFIയുടെ പ്രവർത്തനം പോലെ തന്നെയാണ് കേന്ദ്ര സർക്കാർ SDP പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നത്. കാരണം SDP നിരോധിക്കണം എന്ന് കുറെ നാളുകളായി പലരും ആവശ്യപ്പെടുകയാണ്. ആ ആവശ്യം കൃത്യമാണോ എന്ന് പെട്ടെന്നൊരു ഈ PFI പോലെയുള്ള ഒരു മത സംഘടനയല്ല SDP എന്ന് പറയുന്നത്. SDP എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ സംഘടനയാണ്. അതിനെ പെട്ടെന്ന് പോയി അങ്ങനെ നിരോധിക്കാൻ കഴിയില്ല. അതിനെ നിരോധിക്കണമെങ്കിൽ അതിൻ്റെതായ മാനദണ്ഡങ്ങൾ ഉണ്ടാകണം. അതനുസരിച്ച് വേണം നിരോധിക്കുന്നത്, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിയാക്കും. അപ്പോൾ ഈ ഒരു കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ തന്നെയാണോ ഈ പാർട്ടി പറയുന്ന രാഷ്ട്രീയ പാർട്ടി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെയാണോ പ്രവർത്തിക്കുന്നത്? ഇവർ പറയുന്ന ലക്ഷ്യങ്ങൾ കൃത്യമായി ഇന്ത്യയെ തമ്മിൽ തല്ലിക്കാതെ, വിഘടനം ഉണ്ടാക്കാതെ, വിധ്വംസ പ്രവർത്തനങ്ങളിൽ ചെല്ലാതെ ഇന്ത്യയെ കൃത്യമായി നയിക്കുന്ന തരത്തിലേക്കാണ്, യുവജനങ്ങളെ നയിക്കുന്ന തരത്തിലുള്ള മാനദണ്ഡങ്ങളാണോ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്? ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ശക്തി കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? ഈ ആളുകൾ ഇങ്ങനെ ഇത്രത്തോളം ആളുകൾ തടിച്ചു കൂടുന്നത് എന്തിനാണ്? ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരുടെ പ്രകടന മാർച്ചിൽ അല്ലെങ്കിൽ പ്രതിഷേധ മാർച്ചിൽ ഇവർ പറയുന്നത്? അതിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ തന്നെ തകർക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? ഇങ്ങനെ നിരവധി കാര്യങ്ങൾ NIA അന്വേഷിക്കുകയാണ്. ഇവർ തീർച്ചയായിട്ടും NIA ഈ പെരുമ്പാവൂരിലെ മാർച്ച് കൃത്യമായി തടയുക, അത് തന്നെയാണ് തടയുക എന്ന് പറയുന്നത്. ആ മാർച്ചിന്റെ ലക്ഷ്യം കൃത്യമായി NIAക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് NIA അതിൽ നിരന്തരം പോരാടുന്നതും. അത്തരം കാര്യങ്ങളിൽ പോരാടുക എന്ന് പറയുന്നത് രാജ്യത്തെ തകർക്കുന്ന ഒരു സംഘടനകളെയും വച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. എല്ലാ ജനങ്ങളും ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യതിചലിക്കുകയാണ് SDP പല പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ SDP ദേശീയ അധ്യക്ഷൻ ഫൈസിയെ കള്ളപ്പണം കേസിൽ, അതായത് ഈ അടുത്ത് NIA അറസ്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. 262 കോടിയുടെ ഈ ഫണ്ടിങ് ആണ് ഇവർക്ക്, വിദേശ ഫണ്ട് ഇവർ സ്വീകരിച്ചിട്ടുണ്ട് 29 അക്കൗണ്ടുകളിൽ നിന്നായി എന്ന് NIA കണ്ടെത്തി. അപ്പോൾ കൃത്യമായി SDP പിന്നിൽ തന്നെ NIA ഉണ്ട്. NIA നിരീക്ഷിക്കുകയാണ് കാര്യങ്ങൾ. ആ നിരീക്ഷണം കൃത്യമായി NIAക്ക് ബോധ്യപ്പെട്ടാൽ കാര്യങ്ങൾ ഇവിടെയൊന്നും നിൽക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ബംഗ്ലാദേശികളെയും ബംഗാളികളെയും അന്യസംസ്ഥാന തൊഴിലാളികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് SDP നടത്താൻ പോകുന്ന ഈ പ്രകടന മാർച്ചിന്റെ ഉദ്ദേശം ഷഹബാസിനുള്ള ഐക്യദാർഢ്യം അല്ല, അത് മറ്റെന്തോ ദുരുദ്ദേശമാണ് ഇവർക്കുള്ളത്. ഷഹബാസിനുള്ള ഐക്യദാർഢ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടെ പെരുമ്പാവൂർ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയുമില്ല. ആ പ്രതിഷേധ മാർച്ചിന് പിന്നിൽ എന്താണ് എന്ന് കേന്ദ്രം അന്വേഷിക്കാൻ തുടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് ഒരു ഉണ്ണാക്കനല്ല, ശക്തിയും നിലപാടും തന്ത്രങ്ങൾ മെനയാൻ കഴിവുമുള്ള അമിത്ഷായാണ്. അമിത്ഷാ ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചിട്ട് അത് അന്വേഷിക്കാൻ പറഞ്ഞാൽ രഹസ്യമായി അവിടെ എത്തി SDP-ക്കിടയിൽ തന്നെ നുഴഞ്ഞു കയറിക്കൊണ്ട് അത് അന്വേഷിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വിട്ട ആൾക്ക് കഴിയും. നമുക്കറിയാം, പാകിസ്ഥാനിൽ പോയി അജ്ഞാതൻ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലെ ഭീകരവാദികളെ വെടിവെച്ച് കൊന്നവരാണ് നമ്മുടെ ഇന്ത്യൻ ഏജന്റുമാരെന്ന് പറയുന്നത്. അവർക്ക് ഈ 10 SDP-ക്കാർ കൂടിയാൽ അവർക്ക് എന്തിനാണ് ഇതിനെ കൂടിയത് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും SDP-യുടെ മാർച്ച് ആ ലക്ഷ്യം നല്ലതല്ല എങ്കിൽ അത് നടക്കില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത്.